മതഗജരാജ സിനിമ ഞാൻ പോയി കണ്ടു. അപ്പോൾ അതിന് പറഞ്ഞു തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കോട്ടയത്ത് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ട് വിശാലൊരു പടം കാണാൻ പോകുന്നത് ആമ്പള 2015 തോന്നും. ആ സമയത്ത് ഞാൻ കണ്ടത് സുന്ദർസിയുടെ പടമായിരുന്നു. സുന്ദർസിയുടെ ആമ്പള ഇതേ ഡയറക്ടറുടെ പടമായിരുന്നു. അന്ന് ആ പടം കണ്ടപ്പോൾ വേറൊരു വൈബായിരുന്നു. എന്നുവെച്ചാൽ ക്ലാസി ഒന്നുമല്ല, ചുമ്മാ മാസ് മസാല കോമഡി, സന്താനത്തിന്റെ കോമഡി സംഭവങ്ങളൊക്കെ, ഒരു വൾഗാരിറ്റി ഉണ്ട്, ഡബിൾ മീനിങ് ജോക്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുന്ന രീതിയിലത്തെ ഒരു സിനിമയായിരുന്നു. അതെനിക്ക് വേറെ രീതിയിലെ കണക്ഷൻ, നമ്മളെ കോളേജ് വൈബൊക്കെ ആകുമ്പോൾ നമുക്കിത് വേറൊരു കണക്ട് ആകും. അത് അടിപൊളിയായിരുന്നു. അപ്പൊ അന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ സംവിധായകനെയും അതുപോലെ വിശാലിനെ വിശാലിന്റെ എന്ന് പറഞ്ഞ നടനതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടോണ്ട് തന്നെ ഇവരുടെ ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷെ വിജയ് ആന്റണി അല്ലായിരുന്നു എൻ്റെ മ്യൂസിക് എന്ന് ചേരുന്ന എനിക്ക് തോന്നുന്നു ഹിപ്പ് ഹോപ്പ് തമിഴായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയെ പറ്റി ഞാൻ റീൽസ് ഒക്കെ കണ്ടു. കുറെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ട് ഇത് ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വിശാലിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് വിശാൽ ഇങ്ങനെ വയ്യാണ്ട് വന്നൊക്കെ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പം ഇതുപോലെ കമന്റ്സ് കണ്ടു. 2012 ഇറങ്ങേണ്ടിരുന്ന സിനിമയായിരുന്നത് അത്. പക്ഷെ എന്തോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നം, അവരുടെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവരത് പോസ്റ്റ്പോൺ ചെയ്ത് അവസാനം അത് റിലീസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ട് 2012 റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടം റിലീസ് ആവുന്നത് 2025. അപ്പൊ അത്ര ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇതുപോലെ തന്നെ ഈ പടം ഇറങ്ങി കഴിഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് പഴയ വൈബ്സ് ഓർമ്മ വന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുമിച്ച് കണ്ട സീൻസ് ഒക്കെ, ആമ്പള കണ്ട വൈബൊക്കെ ഉണ്ട്. അതിനകത്ത് പാട്ട് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. എന്നാലും പാട്ട് വിജയ് ആന്റണിയാണ്. വിജയാനിയുടെ പാട്ട് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടപ്പോഴും ഇതിനകത്ത് 3 പാട്ടുകൾ ഉണ്ട് ഇതിനകത്ത് മെയിനായിട്ട്. അതുപോലെ തന്നെ വിശാല് പാടിയൊരു പാട്ട് ഏതാണ്, നമ്മുടെ ഡിയർ ലവർ ഡിയർ, അത് വിശാല് വെള്ളി വീഴുന്നത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ തമിഴിലെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. ആ വെള്ളി വീണിട്ട് വിശാലം ട്രോൾ ചെയ്യാറുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫൺ എന്റർടൈനർ റൈഡാണ്. നമുക്ക് എന്താ പറയുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ഒരു മാസ് മസാല ചിത്രം എന്നതാണ്. തുടക്കം തന്നെ വിശാലിന്റെ തന്നെ എൻട്രി ഒക്കെ ആണെങ്കിൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷെ അതിനകത്ത് സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും. പ്രത്യേകിച്ച് സന്താനത്തിന്റെ കോമഡീസ് ഒരു രക്ഷയില്ല. നമ്മുടെ സിനിമയുടെ ഉടനീളം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. നമുക്ക് വേറൊരു വൈബാണ് തരുന്നത് സന്താനത്തിന്റെ കോമഡീസ്. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് തരേണ്ട മീറ്ററിൽ സാധനം തരും. ചില സ്ഥലത്തൊക്കെ ബോറടി വരേണ്ട സ്ഥലത്ത് വരും. സന്താനത്തിന്റെ കോമഡി ഒരുപാട് നമ്മളെ ആ സിനിമ റൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂഷ്വൽ കഥകളൊക്കെ ആണെങ്കിലും പണ്ടത്തെ കഥകളും, പിന്നെ ഇടിയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏതാണ്ട് പഴയ സിനിമകളുടെ ഇടിയില്ലേ, ജുഷ് ജുഷ് എന്ന് പറഞ്ഞ ഇടിയില്ലേ, ആ ഒരു ഇടിയുടെ ഒരു സംഭവം എനിക്ക് തോന്നി. ഓഫ് കോഴ്സ് പിന്നെ പടത്തിലായിട്ട് നമ്മൾ പറയുന്ന പോലെ സുന്ദർസിയുടെ തന്നെ മെയിൻ സംഭവമായ ഇതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അതുപോലെ തന്നെ വൾഗാരിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ചില സീൻസിലൊക്കെ ഞാൻ പറയാം, ശരത് കുമാറിന്റെ മോള് അതുപോലെ തന്നെ അഞ്ജലിയാണ് മെയിൻ നായികമാര്. 2 നായികമാരുണ്ട്. ഇവിടെ വിശാൽ തന്നെ തീരാട്ടുകളായിട്ട് പിള്ളേക്കാത്ത പോലെ തന്നെ മൂന്ന് നടിമാരെ പോലെ അവസാനം ഒരു വേറൊരു ലേഡി കൂടെ. അപ്പം ആ ഒരു ടൈപ്പ് വൈബാണ്. ഈ വരലക്ഷ്മി ശരത് കുമാർ എന്നൊരു പേര്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്ന് മറ്റേ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങുമ്പോൾ ലിറ്ററലി നമ്മളും കണ്ണിങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും. അതുപോലത്തെ സീൻസ് ആണ്. അതിന് ഇവരുടെ റിയാക്ഷന് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേ റിയാക്ഷൻ വിശാൽ ഇവന് 3 പേര് കൊടുക്കുന്നത്, അതിന് കമന്റ് അടിക്കുന്നത്. അതുപോലെ തന്നെ ആനക്കോണ്ട റെഫറൻസും പരിപാടിയൊക്കെ ഉണ്ട് അത് കോമഡി ആയിട്ടൊക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചിരിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ആ ഫോർമുള്ള സിനിമ ആമ്പള എനിക്ക് അതുപോലെ ഭയങ്കര കണക്ട് ആയ സിനിമ. അപ്പൊ അതുപോലെ സുന്ദർസിയുടെ തന്നെ കലകലപ്പം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പുള്ളിക്കാരൻ്റെ ഹോട്ടലിന്റെ ഒരു പരിപാടി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അത് കലകലപ്പം 2 അത്യാവശ്യം എനിക്ക് വർക്ക് ആയി. അപ്പൊ നമ്മളെപ്പോഴും സീരിയസ് ത്രില്ലേഴ്സ് പടങ്ങൾ കണ്ട് നമ്മൾ മടുത്തിരിക്കുമ്പോൾ ഇതുപോലത്തെ ഫൺ ജോയിങ് എന്റർടൈനേഴ്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതെനിക്ക് ശരിക്കും ഇതിനകത്ത് ഫീൽ ചെയ്തു. തന്നെയല്ല ഇതിനകത്ത് കോമഡീസ് നല്ല കളർഫുൾ ആയിരിക്കും എപ്പോഴും. സുന്ദർസിയുടെ അതുപോലെ സുന്ദർസി ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ മൊട്ടരാജേന്ദ്രനൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ വില്ലനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമക്കകത്ത് വില്ലനാണ് മൊട്ടരാജേന്ദ്രൻ. എന്നാൽ പോലും സുന്ദർസി അന്നത്തെ കാലത്ത് അങ്ങേരെ കൊണ്ട് മാക്സിമം കോമഡി ചെയ്യിപ്പിച്ചിട്ടുണ്ട് മൊട്ടരാജേന്ദ്രനെ കൊണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ വേറൊരു ഫ്രഷ്നെസ് ആണ്. കാരണം മൊട്ടരാജേന്ദ്രൻ പക്ക കോമഡി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സുന്ദർസി അയാളെ കോമഡി ചെയ്യിക്കുമ്പോൾ അയാൾ സീരിയസ് ആണ് ചെയ്യുന്നത്, പക്ഷെ അത് കോമഡി ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് സംഭവം. ഇന്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും ജസ്റ്റ് വലിയ കാര്യമായിട്ടുള്ള ഇന്റർവെൽ ഒന്നുമല്ല. പക്ഷെ ഫൈറ്റ് സീൻസ് ഒക്കെ
ഞാൻ പറഞ്ഞില്ല എപ്പോഴും ആ സൗണ്ട് ഡിഷു ഡിഷ് എന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ചില സ്ഥലത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാത്ത ടൈപ്പ് കോമഡീസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് ക്ലൈമാക്സ് അടുക്കുന്നതിന് മുന്നേ ഇതിനകത്ത് മരിച്ചുപോയ ആളാണ് മനോബാല ഇപ്പൊ ഇല്ല. അപ്പൊ പുള്ളിക്കാരൻ കൊമേഡിയൻ ആണ് ആ സമയത്ത്. പുള്ളിക്കാരനെ കൊണ്ടതിനകത്ത് കാണിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സുന്ദർ സിയുടെ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു സിനിമയുടെ ക്ലൈമാക്സില് എന്താണ് മൊട്ടരാജേന്ദ്രനും മനോബാലും വിശാലും കൂടെയുള്ള സീൻ അടിപൊളിയാണ്. പക്ഷെ അത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് പറയാനുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമ നിർത്ത സാധനമാണ് അവരെടുത്ത് ചെയ്തിരിക്കുന്നത്. രണ്ട് മലയാള സിനിമ അടുത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് പിന്നെ അത് OTT വരുമ്പോൾ എല്ലാവരും പറയും. ഈ 2 സിനിമ എടുത്തിട്ട് വെച്ചിട്ട് കാണിച്ചിരിക്കുന്ന സാധനം. മനോബാലം മരിച്ചിട്ടുള്ള ആളെയാണ് ഞാൻ അങ്ങേരെ എന്തൊക്കെയാ ശരീരം വെച്ച് കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത്രയും കോമഡിയാണ്. പക്ഷെ എനിക്ക് സീരിയസ്ലി പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്റെ ഫ്രണ്ടിന് അവൻ കിടന്ന് തിരിച്ച് അവൻ പറയാം, ഓ ഇതായിരിക്കുമല്ലോ 10 വർഷമായിട്ട് റിലീസ് ചെയ്യാൻ വെക്കായിരുന്നു, ഇത് റിലീസ് ചെയ്യാൻ നന്നായെന്ന് അപ്പൊ പറഞ്ഞു. അപ്പൊ എനിക്ക് ചില സ്ഥലമൊക്കെ നമുക്ക് പറ്റില്ല. എന്നാൽ പോലും സന്താനത്തിന്റെ കോമഡി നമ്മൾ ചിരിച്ചു പോകും. നമ്മളിങ്ങനെ അയ്യോ ഇത് എന്താ ഈ സീൻ ഇങ്ങനെയെന്ന് പോകുമ്പോൾ തന്നെ സന്താനമാണോ എന്നൊരു കോമഡി അടിക്കും. കുഴപ്പമില്ല, നമ്മൾ പഴയ ഇതിലോട്ട് വരും. അപ്പൊ നമ്മളിങ്ങനെ എനിക്ക് ആ ഭാഗം കുറച്ചൊന്ന് വർക്ക് ചെയ്യാത്ത തോന്നി ആ കോമഡി. ബാക്കി എല്ലാം വലിയ കുഴപ്പമില്ല. അവസാനം ക്ലൈമാക്സിലോട്ട് വരുമ്പോ പിന്നെ ഇന്നാവുന്നത് ട്രെയിലറിൽ കണ്ടു കാണും, വിശാലിന്റെ ബോഡി കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ദബാങ് സിനിമ ഓർമ്മ വന്നത് സൽമാൻ ഖാന്റെ. എനിക്കൊന്ന് സോനു സൂഡ് ഉണ്ട് വില്ലനായിട്ട്. അപ്പൊ സോനു സൂഡും സൽമാൻ ഖാനും കൂടി നമ്മളുള്ള ഒരു ആക്ഷൻ ഉണ്ട്, ബോഡി ഷർട്ട് അടിച്ചിട്ടുള്ള കറക്റ്റ് ഫീൽ എനിക്ക് തോന്നി കേട്ടോ. കാരണം വിശാലിന്റെ ബോഡി 6 പാക്ക് അല്ല 8 പാക്സ് ഒക്കെ ആണെന്നാണ് സുന്ദർ സി പറഞ്ഞത്. പക്ഷെ ഞാൻ എണ്ണി നോക്കാൻ പറ്റാത്ത 6 പാക്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും പാക്ക് ഉണ്ട്, 6 പാക്ക് ഉണ്ട്. അവര് നമ്മളുള്ള ആക്ഷൻ സീക്വൻസ് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു പാട്ട്. മൊത്തത്തില് ഒരു നല്ലൊരു മാസ് മസാല പടം. ഒരു ടൈം ട്രാവൽ ചെയ്ത പോലെ കുറെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ട്രാവൽ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ സണ്ടക്കോഴിയൊക്കെ കണ്ട പോലെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ലോജിക്കും സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ഇത് ഇത്രയും കറക്റ്റാന്ന് വെച്ചാൽ വിശാൽ ഒരുപാട് പടങ്ങൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അത്രയും ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ സിനിമകൾ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്.